ബംഗ്ലാദേശിൽ ആചാര്യൻ ചിന്മയ കൃഷ്ണദാസിന്റെ അറസ്റ്റിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. ഇസ്കോണിനും ചിന്മയ കൃഷ്ണദാസിനും പിന്തുണയുമായി കൂടുതൽ പേർ രംഗത്തെത്തിയിട്ടുണ്ട്. ചിന്മയ കൃഷ്ണദാസിന് ജാമ്യം നിഷേധിച്ചതിൽ ധാക്കയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചിരുന്നു. ജിഷ്ണു കൃഷ്ണൻ ചേരുന്ന വിവരങ്ങളുമായി. ജിഷ്ണു, വിവരങ്ങൾ എന്താണ്? ബംഗ്ലാദേശിൽ വർദ്ധിച്ചു വരുന്ന ഹിന്ദുക്കൾക്കെതിരെയുള്ള അതിക്രമം, ഒപ്പം ആചാര്യൻ ചിന്മയ കൃഷ്ണദാസിന്റെ അറസ്റ്റിലും പ്രതിഷേധം ശക്തമാവുകയാണ്. കഴിഞ്ഞ ദിവസം തലസ്ഥാന നഗരമായ ധാക്ക ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ പ്രതിഷേധങ്ങൾ അരങ്ങേറി. പ്രതിഷേധത്തിനെ ക്രൂരമായാണ് പോലീസ് നേരിട്ടിട്ടുള്ളത്. പല പ്രതിഷേധങ്ങളും സംഘർഷത്തിൽ കലാശിച്ചു. ബംഗ്ലാദേശിൽ ഈ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി സംസാരിക്കുന്നവരെ, അതിനുവേണ്ടി സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നവരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിക്കൊണ്ട് അറസ്റ്റ് ചെയ്യുകയും നിയമ നടപടികൾ സ്വീകരിക്കുകയുമാണ്. ഇതിനെതിരെ വലിയ പ്രതിഷേധം ബംഗ്ലാദേശിനകത്തും ഒപ്പം ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും ഉയരുകയാണ്. ഭാരതത്തിന്റെ ഭാഗത്തുനിന്ന് വളരെ കൃത്യമായി കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ആചാര്യ ചിന്മയ കൃഷ്ണദാസിന്റെ അറസ്റ്റിലും ഒപ്പം ഹിന്ദു ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളിലും ശക്തമായ പ്രതിഷേധവും ആശങ്കയും അറിയിച്ചിരുന്നു. ഈ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളും സുരക്ഷയും സംരക്ഷിക്കപ്പെടണം എന്ന ആവശ്യവും ബംഗ്ലാദേശിന് മുൻപിലേക്ക് ഭാരതം വെച്ചിരുന്നു. വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. ഒപ്പം ഐക്യരാഷ്ട്രസഭയ്ക്ക് മുൻപിലേക്കും ബംഗ്ലാദേശിൽ നടക്കുന്ന ന്യൂനപക്ഷ വേട്ടയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും അതിന്റെ പ്രതികരണങ്ങൾ നടത്തണം എന്ന ആവശ്യങ്ങൾ ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട്. നേരത്തെ കഴിഞ്ഞ ഓഗസ്റ്റിൽ ഷെയ്ഖ് ഹസീന സർക്കാരിനെതിരെ ആരംഭിച്ചിട്ടുള്ള പ്രതിഷേധമായിരുന്നു ബംഗ്ലാദേശിൽ വീണ്ടും ഹിന്ദു വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ ന്യൂനപക്ഷ വേട്ടയ്ക്ക് വീണ്ടും ഒരു തുടക്കമായിട്ടുള്ളത്. അവിടെ ഓഗസ്റ്റിൽ തൊഴിൽ സംവരണവുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച പ്രതിഷേധം പിന്നീട് തീവ്ര ഇസ്ലാമിക നിലപാടുള്ള ജമാഅത്തെ ഇസ്ലാമിയും അതിന്റെ വിദ്യാർത്ഥി സംഘടനയും ഏറ്റെടുത്തുകൊണ്ട് ഹിന്ദു ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള കലാപമായി അത് മാറ്റുകയും നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ അധികാരത്തിൽ വന്നെങ്കിലും സ്ഥിതിയിൽ മാറ്റമില്ല എന്നുള്ളതാണ് ബംഗ്ലാദേശിലെ ഹിന്ദു നേതാക്കൾ വ്യക്തമാക്കുന്നത്. ഇടക്കാല സർക്കാരിന്റെ നേതൃത്വം ബംഗ്ലാദേശിൽ വന്നതിന് ശേഷം മാത്രം ഹിന്ദുക്കൾക്ക് നേരെ 200-ലധികം സംഘടിത അക്രമങ്ങൾ ഉണ്ടായി. ആരാധനാലയങ്ങൾ തകർക്കപ്പെട്ടു. അതുകൊണ്ട് വലിയ രീതിയിലുള്ള വിവേചനവും അതിക്രമവുമാണ് നേരിടുന്നത്. ഇനിയും പ്രതിഷേധത്തിന് അല്ലെങ്കിൽ അതിനെ ചെറുത്തു നിന്നില്ലെങ്കിൽ ബംഗ്ലാദേശിൽ ജീവിക്കാൻ സാധിക്കില്ല എന്ന നിലപാടിലാണ് ഇത്തരത്തിൽ പരസ്യമായ പ്രതിഷേധവുമായി ന്യൂനപക്ഷ വിഭാഗം ബംഗ്ലാദേശിൽ തെരുവിലേക്ക് ഇറങ്ങിയത്. അതിനെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിക്കൊണ്ട് നേരിടാനാണ് സർക്കാർ തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായാണ് ചിന്മയ കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള നേതാക്കളെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിക്കൊണ്ട്, ആചാര്യന്മാരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിക്കൊണ്ട് അറസ്റ്റ് ചെയ്ത് അതിനെതിരെയുള്ള പ്രതിഷേധമാണ് ശക്തമാകുന്നത്. വീണ. ഓക്കെ, ശരി ജിഷ്ണു.